ഒരൊറ്റ സപ്പോട്ട മതി നല്ല കൊഴുത്ത നല്ല ടേസ്റ്റുള്ള മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ മിൽക്ക് ഷേക്കിൻ്റെ രുചി കൂട്ടാനായിട്ട് നമ്മൾ എന്താണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് നോക്കണ്ടേ. മിസാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലുണ്ടായ സപ്പോട്ട തൈയിൽ നിന്നാണ് ഇന്നത്തെ മിൽക്ക് ഷേക്കിനുള്ള സപ്പോട്ട പറിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വവ്വാലൊക്കെ തല്ലിക്കളയുന്നത് കാരണം അല്പം വലുതായ സപ്പോട്ട ഇതുപോലെ കവർ ഇട്ടിട്ടാണ് നമ്മൾ മൂക്കാനായിട്ട് വയ്ക്കുന്നത്. സപ്പോട്ടയുടെ ഇവിടെ ഒരു നാര് പോലത്തെ സംഭവം ഉണ്ടാവും. അത് തന്നെ അടർന്നു പോകുമ്പോഴാണ് ഇത് നന്നായിട്ട് മൂത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മൂത്തതായതുകൊണ്ട് നമ്മൾക്കിതൊന്ന് പറിച്ചിട്ട് പഴുപ്പിക്കാൻ വയ്ക്കാം. ഇതിപ്പം പറിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പഴുത്ത് കിട്ടിയത്. ഇതിൻ്റെ സ്കിൻ ആദ്യം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ അതാ വളരെ നൈസായിട്ട് ഈ കത്തി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്കിൻ കളഞ്ഞെടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ കഴമ്പ് ചൂഴ്ന്നെടുക്കാവുന്നതാണ്. തൊലിയെല്ലാം കളഞ്ഞ് ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ കുരു ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്നും ഒരു ചെറിയ കഷ്ണം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന അടുത്ത ചേരുവയും നമ്മുടെ വീട്ടിലുണ്ടായതാണ്. നല്ല നാടൻ പൂവമ്പഴമാണ് ഇത്. ഇതിൽ നിന്ന് ഒരു പൂവമ്പഴമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത്. മിൽക്ക് ഷേക്കിൻ്റെ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പഴം ചേർക്കുന്നത്. പൂവമ്പഴത്തിന് പകരം നമുക്ക് ഞാലിപ്പൂവനോ ചെറുപഴമോ അല്ലെങ്കിൽ റോബസ്റ്റയോ ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏത് പഴത്തിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടപ്പെടുന്നത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഴമില്ലെങ്കിൽ ഒരു ചിക്കു കൂടെ, അതായത് ഒരു സപ്പോട്ടയും കൂടി ചേർത്താൽ മതിയാകും. പഴത്തിനും ചിക്കുവിനും നല്ല മധുരമാണുള്ളത്. അത്ര മധുരം പോരാത്തവർക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല തണുത്ത പാലും കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച സപ്പോട്ടയുടെ ഒരു കഷ്ണം ഉണ്ടല്ലോ, അത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ചെറിയൊരു കഷ്ണം പഴവും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ ഇനി കുറച്ച് കാഷ്യൂ നട്ട്സ് നുറുക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നല്ല അടിപൊളി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണം. താങ്ക്